ദുരിതബാധിത പ്രദേശത്തേക്കാണ് ഈ യാത്ര. നമുക്കിപ്പം പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ AP അനിൽകുമാറും VS ജോയി അടക്കമുള്ളവരുമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ എത്രത്തോളം പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാകേണ്ടത്. കാരണം പാലം ഇരുട്ടുത്തി പാലം 2019 ഒലിച്ചുപോയതാണ്. ഒരു പാലം ഇവിടെ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എത്ര റിസ്ക് എടുത്തിട്ടാണ് അവർ ഈ ചെങ്ങാടത്തിൽ പോകുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? എപ്പോൾ വേണമെങ്കിലും ഇതും അറിയാം, ഈ ചങ്ങാടം എപ്പോൾ വേണമെങ്കിലും അറിയാം. ആ അറിയാവുന്ന അവസ്ഥയിലാണ് നമ്മൾ കൂടി ഇവിടെ നിൽക്കുന്നത്, ഇതിനകത്ത് കൂടി യാത്ര ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എത്രയോ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്ക് മഴക്കാലത്ത് കാറ്റുള്ള സമയത്ത് ഒക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും ഈ പാവങ്ങൾ അനുഭവിക്കുന്നത്. 2 വട്ടം മറിയാൻ പോയ ഒരവസ്ഥ പോലും ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ആ പാലമൊക്കെ പാതി പണിത ഒരു പാലം അവിടെയുണ്ട്. ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. ഇപ്പോഴും ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ പറയുന്നത് മുള കെട്ടി ഉണ്ടാക്കുന്ന ഇതിനെ പാണ്ടി എന്നാണ് പറയാം. ഇപ്പോൾ ഇവിടുത്തെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകളുടെ ഇവിടെ ഇവർക്ക് ഇങ്ങനെ കടന്നു വരേണ്ടി വരിക അല്ലെങ്കിൽ ഇങ്ങനെ ആശ്രയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് പാണ്ടി എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ് പാണ്ടി എന്നല്ലേ? നമ്മുടെ നാട്ടിൽ ചങ്ങാടമാണ്. ചെങ്ങാടെന്നാണ്. ചെങ്ങാടം എന്ന് പറയുന്നത് എല്ലാറ്റിനും പറയും. ബോട്ട് കൊണ്ടുവന്നവരൊക്കെ ചെങ്ങാടെന്ന് പറയും. ഇന്ന് പൊതുവെ വെള്ളം കുറവാണ്. വെള്ളം കൂടുതലുള്ളപ്പോൾ ഇതിനകത്ത് റിസ്ക് കൂടുകയും ചെയ്യും. ഈ നാട്ടിലുള്ള ആളുകളൊക്കെ എങ്ങനെ ഇവിടെ എത്തിപ്പോകുന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അതാണ് ഇപ്പോൾ പാലം പണി നടക്കുന്നേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ താമസം എന്ന് പറയുന്നത്. എന്തായാലും വലിയ റിസ്ക് എടുത്തുള്ള ഒരു യാത്രയ്ക്ക് ശേഷം നേതാക്കളെല്ലാം മുണ്ടേരി ഫാമിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ പോയി മേടിക്കണം, മുണ്ടേരി പോയി മേടിക്കണം. വന്യജീവി ശല്യമില്ല, ആന വരില്ലേ? ആന വരുമല്ലേ? കുഴപ്പമില്ല. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലല്ലേ? വക്കീലാവണമെന്നാണ് ആഗ്രഹം. ഇതുപോലെ എത്ര വീടുണ്ട്? ഇതുപോലെ ഒരുപാട് വീടുണ്ട്. ഇത് സുധ എന്ന് പറയുന്ന ആളാണ്. ഈ നാടിൻ്റെ പോരാട്ടത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരാൾ. കോടതിയിലടക്കം പോകേണ്ടി വന്നുമില്ലേ ഒരു ബാത്റൂം അടക്കം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്? ബാത്റൂം അടക്കം, പിന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്, പിന്നെ ഞങ്ങളുടെ സ്ഥലം ഒന്ന് പതിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ നടക്കാനൊരു വഴിയില്ലല്ലോ. അപ്പം നടക്കാൻ ഒരു പാലം വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ആവശ്യത്തിന് കോടതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ചൂട് കാലത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അടിയിൽ ഈ പാവങ്ങളൊക്കെ ഉണ്ട്. പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞുൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ പറഞ്ഞല്ലോ, രാത്രിയാകുമ്പോൾ കുഞ്ഞുങ്ങളായിട്ട് പുറത്തിറങ്ങി കിടക്കും പായൽ. ഏത് സമയത്ത് ആന വരുന്ന സ്ഥലമാണ്, ഏത് സമയത്ത് ആന വരും. വന്യജീവി ശല്യം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല ഒരു പാലമില്ല. 6 കൊല്ലം 7 കൊല്ലം ഈ പാലം പണി നടക്കുകയാണ്. അവിടെ പോയിട്ട് പ്രതിപക്ഷത്ത് ഒരുപാട് ആളുകളോട് സംസാരിച്ചില്ല. ഇവർക്കൊരു ആശുപത്രി കാര്യമൊക്കെ വന്നാൽ എങ്ങനെ ഇവർ അതാണ് ഈ കുഞ്ഞുങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ഒരു ആശുപത്രി കൊണ്ടുപോകും? സർക്കാരില്ലായ്മയാണ്. സർക്കാരിന് എത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാവുന്ന വിഷയമാണ്. എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്? അതാണ് നമ്മുടെ ചോദ്യം. ഇത്രയും കാലമായിട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഇവരെ സഹായിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഒരു കുട്ടി LLBക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ കുട്ടിയേക്ക് ഒന്ന് സഹായിക്കാൻ കഴിയില്ലേ? ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. കുട്ടികളല്ലേ, കുട്ടികൾ പഠിക്കണം എന്ന ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അംഗൻവാടി ടീച്ചർ പറഞ്ഞില്ലേ, ഭയങ്കര മിടുമിടുക്കന്മാരുമായിട്ടുള്ള ബുദ്ധിശക്തിയുള്ള കുട്ടികളാണ്. അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇരുന്നത് വായിക്കുന്നത് വീട്ടിലിരുന്ന്? ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ വോട്ട് ചോദിക്കാൻ എത്തുമായിരിക്കും. പക്ഷേ വോട്ട് ചോദിക്കാൻ വരുമ്പോഴൊക്കെ ഇവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടണം. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും ഏറ്റെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. മുണ്ടേരിയിൽ നിന്നും ക്യാമറമാൻ ജോയ് CR-നൊപ്പം അമൽ തേനമറവിൽ, മാതൃഭൂമി ന്യൂസ്.